ഓർത്തോ എനിക്ക് വേണമെങ്കിൽ എൻ്റെ മോൻ ഓർത്തോ എനിക്ക് വേണമെങ്കിൽ കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട് വലിയ കോൺഫിഡൻസ് ഇല്ല. വർഷങ്ങളായിട്ട് ബഹറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ, അതുമല്ല കണ്ടിന്യൂഷനായിട്ട് ഇവിടെ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. അവിടെ സ്റ്റാഫൊക്കെ നല്ലതായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവിടെ ഒരു പൂജ സിസ്റ്റർ, അതുല്യ സിസ്റ്റർ, ഡോക്ടറും ഒക്കെ ഉണ്ട്. അവർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്തു. എന്തിനായിരുന്നു ട്രീറ്റ്മെൻറ്റ്? ബാക്ക് പെയിനും ബോഡി പെയിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ ഇവിടുത്തെ രീതികളെക്കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കർക്കിടകം പ്രമാണിച്ച് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വന്നതാണ്. 41 വർഷം ഗൾഫിൽ ജീവിച്ച ഇപ്പോഴും എൻ്റെ ഇത്രയും മുടി നിൽക്കുന്നത് ശാന്തിഗിരിയുടെ പിന്നെ എണ്ണയാണ്, ക്ഷീരബല എണ്ണ. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ, ഇപ്പോൾ എനിക്ക് വയസ്സ് 60 ആകുന്നു, ഇതുവരെ സ്കിന്നിൻ്റെ കളറ് മാറിയിട്ട് ഇത് ഇവിടുത്തെ മുറിവെണ്ണയാണ്. സർജറി വരെ വേണമെന്ന് വിധി എഴുതിയ കേസുകളിൽ ചികിത്സിച്ച് രോഗം മാറ്റിയ ഒരു അത്ഭുത ഡോക്ടർ. കൊട്ടാരം വൈദ്യനായിരുന്ന മുത്തച്ഛൻ്റെ താളിയോല ഗ്രന്ഥങ്ങൾ ആധാരമാക്കി ഇന്നും ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടറും ആശുപത്രിയുമുണ്ട് തിരുവനന്തപുരത്ത്. ആ ഡോക്ടറെയും ആശുപത്രിയെയുമാണ് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർക്കൊപ്പമാണുള്ളത്. ഡോക്ടർ രവീന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്നും പരമ്പരാഗത രീതിയിൽ ചികിത്സ നടത്തുന്നത്, അതും താളിയോല. ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു കാലത്തും താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി ആ ഒരു ചികിത്സാ രീതി അത് ഫോളോ ചെയ്യാനുള്ളൊരു കാരണം കൂടി പറയുകയാണെങ്കിൽ? എൻ്റെ അപ്പൂപ്പൻ തിരുവിതാംകൂർ കൊട്ടാരം വൈദ്യനായിരുന്നു, രാമൻ വൈദ്യൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അതെല്ലാം റെഫറൻസ് എൻ്റെ അച്ഛൻ രണ്ടാമത്തെ അപ്പൂപ്പൻ ഭഗവതി വൈദ്യർ, അച്ഛൻ നാരായണ വൈദ്യർ, പിന്നെ ഞാൻ, എൻ്റെ മോള് രശ്മി, ഇങ്ങനെ ആ തലമുറ ഒരു 5 തലമുറയായിട്ട് ഞങ്ങൾ ഇത് പാലിച്ചു വരികയാണ്. എൻ്റെ സംശയങ്ങൾ തീർക്കുന്നതിന് ഞാൻ രോഗിയെ കണ്ടിട്ട് പിറ്റേന്ന് എന്തായിരുന്നാലും രാത്രി ചെന്നിരുന്ന് എല്ലാ റെഫറൻസും ഇപ്പോഴും നോക്കും. അപ്പൂപ്പന്മാരുടെ ആ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് ഞാനിപ്പോഴും വരുന്നത്. പൊടിഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ അത് ആർക്കും കൊടുക്കുകയില്ല, കാണിക്കാറുമില്ല. പിന്നെ നമ്മൾ അതനുസരിച്ച് മക്കൾക്കെല്ലാം ആ രീതി കാണിച്ച് നമ്മൾ റെഫറൻസ് എടുത്തിട്ട് ഇവിടെ വന്ന് മരുന്ന് എഴുതിയിട്ട് ഇവിടുത്തെ ജന്യ അല്ലെങ്കിൽ ശിഷ്യപൂജിത ജന്യെ കാണിക്കും. ആ കുറിപ്പ് കാണിച്ചിട്ട് ഇവിടുത്തെ ശിഷ്യപൂജിത ജന്യക്കും ഗുരുവിനും ദർശനാധിഷ്ഠിതമായ ഒരു ചികിത്സാ രീതിയുണ്ട്. അപ്പോൾ അതും എൻ്റെ ഈ ക്രോഡീകരിച്ചതും കൂടെ സമന്വയിച്ചാണ് നമ്മൾ ശാന്തിഗിരിയിൽ ഇപ്പോഴും ചികിത്സിച്ച് വരുന്നത്. 99% സുഖമായിട്ട് തന്നെ പോകണം, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ചികിത്സയിൽ 1996 മുതൽ ഞാനിവിടെ ചികിത്സയിൽ ശാന്തിഗിരി ചികിത്സാ രീതിയിലുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെ ചികിത്സയൊക്കെ നിർത്തി ഇവിടെ തന്നെയാണ് പോകുന്നത്. 2ാമത്തെ വയസ്സിൽ ചികിത്സ പഠിച്ചെങ്കിലും അച്ഛൻ മരിക്കുന്ന നേരെ അച്ഛൻ്റെ കൂടെ നിന്ന് പിന്നെ ചികിത്സ ഇന്ന് രജിസ്ട്രേഷൻ ഇല്ലാതെ ചികിത്സിക്കാനൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ പാരമ്പര്യ ചികിത്സാ രീതി മാത്രം കൊണ്ടല്ല, അല്ലാതെ തന്നെ കോളേജിലെ അധ്യാഭ്യാസം വേണം, രജിസ്ട്രേഷൻ വേണം. അങ്ങനെ ഞാൻ 67-72 വരെ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ പഠിച്ചു. അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അക്യുപഞ്ചർ 1980-81 കാലത്തിൽ സിംഗപ്പൂരിൽ പോയി ആദ്യമായി കേരളത്തിലെ അക്യുപഞ്ചർ തെറാപ്പി പഠിച്ച അക്യുപഞ്ചർ അസോസിയേഷൻ, അതായത് വേൾഡ് അക്യുപഞ്ചർ ഓർഗനൈസേഷനിലെ ഒരു മെമ്പറുമായി. ഗുരുവാണ് പോസ്റ്റ് ചെയ്തത്. ഗുരുവിനെ 96 പോസ്റ്റ് ചെയ്തു. അത് ഇന്നും അത് നടന്നു വരുന്നത്. ആൻ്റണി സാറ്, KR നാരായണൻ, ഇവിടെ തന്നെ കേരളത്തിലെ VM സുധീരൻ സാർ, അറിയപ്പെടുന്ന ആളുകളെല്ലാം ഇപ്പോഴും ചികിത്സിക്കുന്നുണ്ട്. അത് ശാന്തിഗിരിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ്. ശാന്തിഗിരിയിലാണ് എനിക്ക് എൻ്റെ വളർച്ചയുടെ ഒരു മുൻതൂക്കം. ഇപ്പോഴും അങ്ങനെ പോകും. ഞാൻ ഡോക്ടർ ജയശ്രീ, ഇവിടെ മെഡിക്കൽ സൂപ്രണ്ടൻ്റാണ്. 38 വർഷമായിട്ട് ശാന്തിഗിരിയിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് PCOD, ഇൻഫെർട്ടിലിറ്റി, അങ്ങനെയുള്ള കണ്ടീഷൻസും പിന്നെ ഓർത്തോ കേസുകൾ, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ലംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെയുള്ള കണ്ടീഷൻസും പിന്നെ മറ്റ് എല്ലാ രോഗങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് നമ്മളെ വന്ന് കാണുന്നത് ഈ കണ്ടീഷൻസിലാണ്. താമസിച്ച് ചെയ്യുന്നതാണ് നല്ലത്. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ PCODയുടെ മെയിൻ ഇഷ്യൂ വെയിറ്റ്
വെയിറ്റ് ഗെയിനിങ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സും അതെല്ലാം ഒന്ന് മാറ്റിയിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ PCOD. അപ്പോൾ അവരെ ഇവിടെ താമസിപ്പിച്ച് അവരുടെ വെയിറ്റ് കുറയുന്നതിനുള്ള ഒരു ആഹാരക്രമം പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ കുറച്ച് അവരുടെ ടെൻഷൻസ്. ഇൻഫെർട്ടിലിറ്റിക്കുള്ളവർ കൂടുതലായിട്ട് ഈ ഒരു PCOD ഉള്ളതുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ടെൻഷൻ റിലീവ് ചെയ്യുന്നതിനുള്ള കൗൺസിലിംഗ്, ഇതെല്ലാം കൂടെ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലായിരുന്നു ആ സമയത്ത് അവർ സർജറി ഇങ്ങനെ സജസ്റ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഒരു തവണയും കൂടി ആയുർവേദം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൽ കുറവില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോകാമെന്നുള്ള രീതിയിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ശാന്തിഗിരിയെക്കുറിച്ച് അറിഞ്ഞതും. ഞാൻ എൻ്റെ വെബ്സൈറ്റൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഡോക്ടർ ജയശ്രീയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു, ഡോക്ടറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ നോക്കിയിട്ട് മാക്സിമം ശ്രമിക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇപ്പം കഴിഞ്ഞ 12 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ട്, അഡ്മിറ്റഡ്. അപ്പം ഇപ്പോൾ അത് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു വന്നതാണ് കേട്ടോ, വേറെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ കായംകുളം ചെട്ടുകുളങ്ങര ഓർത്തോ എനിക്ക് വേണമെങ്കിൽ എൻ്റെ മോൻ ഓർത്തോ എനിക്ക് വേണമെങ്കിൽ കീഹോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട് വലിയ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ആയുർവേദത്തിനോടാണ് കൂടുതൽ കോൺഫിഡൻസ്. പിന്നെ ഇവിടെ ശാന്തിഗിരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 12 വർഷമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണം അതെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് രവീന്ദ്രൻ സാറ്, പിന്നെ ഇവിടെ ഒരു ജോണി എന്ന് പറയുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അവരൊക്കെ നല്ല രീതി. ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും സൈഡ് എഫക്റ്റ് എന്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇല്ല, ന്യൂട്ടൺ തേർഡ് ലോ ആണ്, ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷേ നമ്മളുടെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ നമ്മളിത് വ്യാപാരത്തിന് വേണ്ടി കോമ്പറ്റീഷനുള്ള മരുന്നല്ല. ഇവിടെ കൂടുതൽ ഇത് ഉപയോഗിക്കുന്ന ഇവിടുത്തെ വിശ്വാസികൾ. പിന്നെ അവർ പറഞ്ഞറിഞ്ഞാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് മറ്റ് മരുന്ന് കമ്പനികളോട്ട് വലിയ പരസ്യങ്ങളില്ല, പ്രത്യേകിച്ച് വലിയ പരസ്യങ്ങൾ. സ്ഥലം എവിടെയാണ്? എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് ചെങ്ങന്നൂരാണ്, വെൺമണി എന്ന് പറയും.